ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 4 വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായിട്ട് 4 വർഷമായിട്ട് ഒരു വീഡിയോ പോലും നേരാവണ്ണം ഇട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരാളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഇന്ന് സ്പോൺസർ ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ GTA 5 എങ്ങനെ മൊബൈലിൽ കളിക്കാമെന്നാണ്. ഇത് യാതൊരു രീതിയിലുള്ള ഫാൻ മെയ്ഡ് ഗെയിമോ കാര്യങ്ങളോ അല്ല. പിന്നെ റോക്ക് സ്റ്റാർ ഒഫീഷ്യലായിട്ട് ഒരിക്കലും GTA 5 മൊബൈലിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇത് ചിക്കി എന്ന് പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കളിക്കണതാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുമ്പേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതിൻ്റെ ചിക്കി എന്ന് പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. വലിയ 50 MB ഉള്ളൂ. അപ്പോൾ നമ്മളത് ആദ്യം പോയി ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ 100 കോയിൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ 10 കോയിനേ ഉണ്ടാവുള്ളൂ ഡെയിലി റിവാർഡ് കിട്ടുമ്പോൾ. അപ്പോൾ എനിക്ക് 117 കോയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ GTA 5 കളിക്കണമെങ്കിൽ ആദ്യം ഗെയിം ലൈബ്രറിയിലോട്ട് പോകണം. അതിന് ശേഷം ആ GTA 5 എന്ന് പറഞ്ഞാൽ ഐക്കൺ കാണാൻ പറ്റും. അതിൽ പിടിച്ച് ചെക്കിയതിന് ശേഷം പ്ലേ എന്ന് പറഞ്ഞാൽ പിടിച്ച് ചെക്കിയാൽ മതി. അപ്പോൾ ഒരു ആഡ് പോപ്പപ്പ് ചെയ്യുന്ന ഒരു സാധനം കാണാവുന്നതാണ്. അതിൽ പിടിച്ച് നമ്മൾ നിൽക്കണം. അതിന് ശേഷം നെക്കിയതിന് ശേഷം കുറച്ച് നേരം ബ്ലാക്ക് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുപോലെ ആരും പേടിക്കണ്ട. പക്ഷേ ആ ആഡ് ഫുള്ള് കണ്ടു തീർക്കണം. അതിന് ശേഷം ഇങ്ങനെ ഒരു സാധനം കാണിക്കണം. നമ്മുടെ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്യണത് വൈഫൈ ഉള്ളവർക്ക് വേഗം കിട്ടുന്നതായിരിക്കും. എൻ്റെ ഇപ്പോൾ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് നല്ല വലിയ ക്യൂ ആണ് വന്നേക്കണത്. 730. ഇതൊരു 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പോയിക്കോളും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്യൂ സ്കിപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു തുടങ്ങി ഞാൻ അതിനുള്ള വീഡിയോ ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ക്യൂ നമുക്ക് ബാക്ക് അടിച്ചാലും ഈ ഒരു ക്യൂ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ ക്യൂ ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് 5 ഞാനിപ്പോൾ എൻ്ററിൽ പിടിച്ച് നിൽക്കണതാണ്. എൻ്റർ നമ്മൾ 30 സെക്കൻഡിനുള്ളിൽ നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീട്രൈ അടിച്ച് വരേണ്ടി വരും. അതിന് ശേഷം ഇവിടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ GTA 5 എങ്ങനെയാണ് നമ്മൾ കളിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് കളിക്കാൻ പോണത്. PC-യിലൊക്കെ എങ്ങനെ ഇരുന്നത് അതുപോലെ തന്നെയാണ്. കൺട്രോൾസ് മാത്രം മൊബൈലിലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റത്തെ മിഷൻ്റെ പേര് ഫ്രാങ്കിലിൻ ആൻഡ് ലെമാർ എന്ന് പറഞ്ഞ മിഷനാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ മിഷൻ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇത് മറ്റേ കാർ സ്റ്റീൽ ചെയ്യണ ഒരു മിഷനാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കാർ ചൂസ് ചെയ്യാൻ പോകണതാണ്. നമ്മൾ ഈ വൈറ്റ് കാറാണ് ചൂസ് ചെയ്യണം. വൈറ്റ് കാർ നല്ല രസമുള്ളൊരു കാറ് തന്നെയാണ്. നമ്മൾ ഈ കാറ് ചൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിണ്ണം കാറ് തന്നെയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് 37 മിനിറ്റ് കളിക്കാം 111 കോയിൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. ഫസ്റ്റ് മിഷൻ അറിയാലോ, കുറച്ച് പാടാണ്. പിന്നെ മൊബൈലിൽ കൺട്രോൾസ് പഠിച്ചു വന്നാൽ പിന്നെ നിങ്ങൾ ഇതിൽ പ്രോ ആയി മാറുന്നതായിരിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ വണ്ടിയൊക്കെ തെറ്റി പോകണേ. നമ്മൾ നേരെ അങ്ങോട്ട് പോകണേണ്. നല്ല ടഫായിട്ടുള്ള മിഷൻ തന്നെയാണിത്. കാരണം ലെമാറിനെ ചേസ് ചെയ്ത് എങ്ങനെയെങ്കിലും പിടിക്കണം. നമ്മളിപ്പോൾ കാർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം മറ്റേ കാർ വെച്ചിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗെയിം പ്ലേയുടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ.
അപ്പം ഞാൻ എങ്ങനെ ഗെയിം